കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ആ 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വേറെ ഏതോ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു പയ്യനുമായിട്ട് പ്രണയം. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവൾക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഞാൻ അവളോട് ഇങ്ങനെ പഠനത്തിൻ്റെ പ്രാധാന്യവും പഠനത്തിൻ്റെ ലക്ഷ്യവും അതുപോലെ ഉമ്മയും ഉപ്പയും ഒക്കെ ബഹുമാനിക്കണം, അവരുടെ കാര്യങ്ങളോ അവർ പറയുന്നവർക്ക് കേൾക്കണം എന്നുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എൻ്റെ കാക്കാനെയും ഇതേപോലെ കൗൺസിലിങ്ങിന് കൊണ്ടുവരണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ മോളെ? എൻ്റെ കാക്കക്ക് ഇതുപോലെ ഒരു ക്രഷ് ഉണ്ട്. അപ്പം അതെങ്ങനെ നിനക്കറിയാം? എനിക്ക് മാത്രമല്ല, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും അറിയാം. ആ കുട്ടിയായിട്ട് എൻ്റെ ഉമ്മ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അതെൻ്റെ കാക്ക വൈകിട്ട് കോളേജൊക്കെ വിട്ട് വന്നതിന് ശേഷം ചാറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ കാണാറുണ്ട്. അതൊക്കെ എൻ്റെ ഉമ്മാക്ക് അറിയാം, എൻ്റെ ഉപ്പാക്ക് അറിയാം. അത് മാത്രമല്ല സാറിനറിയാം, അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ അവളുടെ വീട്ടിലെ ഉപ്പയൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ഞാനാണ് ആദ്യം വിളിച്ചിട്ട് എൻ്റെ കാക്കാക്ക് കണക്ട് ചെയ്ത് കൊടുക്കാറ്. പിന്നെ ഞാൻ ഈ മാതാപിതാക്കളെ ഒന്ന് കണ്ടിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇവളുടെ കാക്കക്ക് ഇതേപോലെ ഒരു പെൺകുട്ടിയായിട്ട് ബന്ധം വെച്ചു. അത് പിന്നെ സാറേ, ആൺകുട്ടികളല്ലേ, പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഇതിപ്പം നമ്മളതെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയല്ലേ, ആളുകളെ കൊണ്ട് നാട്ടുകാരെ കൊണ്ടൊക്കെ വേണ്ടാത്തരം പറയിപ്പിച്ചിട്ട് പിന്നെ അവസാനം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൻ പ്രേമിക്കുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ, അവളുടെ മാതാപിതാക്കൾക്കും ഉണ്ടാവില്ലേ ഇതുപോലെയുള്ള ടെൻഷനും പ്രയാസമൊക്കെ. നമ്മളുടെ പെൺകുട്ടികളെ വല്ലാതെ ഉപദേശിച്ച് നന്നാക്കുകയും അവരെ കൺട്രോൾ ചെയ്യുകയും ചെയ്യാനാണ് പൊതുവെ മാതാപിതാക്കൾക്ക് താല്പര്യമുള്ളത്. ആൺകുട്ടികളെ കുറിച്ച് ഒന്ന് കൂടുതൽ മനസ്സിലാക്കുകയും അവരുടെ കാര്യങ്ങൾ ഒന്നുകൂടി അറിയുകയും ചെയ്യുക, ഇതൊക്കെയല്ലേ നമ്മൾ സത്യത്തിൽ ചെയ്യേണ്ടത്.